കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഡിസംബർ 8-ന്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്ന തീയതി തീരുമാനിച്ചത്. 7 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് കേസ് വിധി പറയാൻ പോകുന്നത്. പൾസർ സുനി 1-ാം പ്രതിയായ കേസിൽ നടൻ ദിലീപാണ് 8-ാം പ്രതി. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിപിൻ, ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസാണ് ഇവിടെ വിചാരണ കോടതി വിധി പറയാൻ പോകുന്നത്. ആ നിലയിൽ വലിയ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന ആ കേസിന്റെ വിധിന്യായം അത് വരികയാണ് ഡിസംബർ 8-ന്. ഏതാണ്ട് 7-7.5 വർഷം നീണ്ട വിചാരണ, നാടകീയ സംഭവങ്ങളിലൂടെ കടന്നുപോയ കേസ്. എന്താണ് ഇന്ന് വിചാരണ കോടതിയിൽ ഉണ്ടായത്? ഈ കേസിന്റെ തീയതി, വിധി പറയുന്ന തീയതി മാത്രം പറഞ്ഞ് കോടതി പിരിയുകയായിരുന്നു. അതേ വിജയകുമാർ, ഏറെ കോലിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഡിസംബർ 8 ആയിരിക്കും എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് 8-ാം തീയതി ആകുമെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇതിനു മുൻപ് തന്നെ പലതവണ ഈ ഒരു മാസത്തിൽ തന്നെ ഒരു 4 തവണ ഈ കേസ് പരിഗണിച്ചിരുന്നു. ആ സമയത്തെല്ലാം തന്നെ പ്രോസിക്യൂഷനോട് ചില സംശയങ്ങൾ ചോദിക്കുകയും അത് ദൂരീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു അന്തിമ വിധി അത് 8-ാം തീയതി ഉണ്ടാകും എന്നുള്ളത് ഹണിയം വർഗീസിന്റെ ബെഞ്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2017 ഫെബ്രുവരി 17-നാണ് നടിയെ ആക്രമിച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. അതിലെ 1-ാമത്തെ പ്രതി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഡ്രൈവറായിരുന്ന സുനിൽ കുമാർ എന്ന പൾസർ സുനിയാകുന്നു. ഈ പൾസർ സുനിയെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. പൾസർ സുനിയിലും കൂട്ടാളികളിലും മാത്രം ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണം പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഡ്രൈവർക്ക് മാത്രം ഒരു നടിയോട് ഇത്ര വലിയ ഒരു വൈരാഗ്യം വരുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ ആദ്യമുണ്ടായത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പിന്നീട് എത്തി നിൽക്കുന്നത് നടൻ ദിലീപ് ഇതിൽ ഗൂഢാലോചന നടത്തി, ഈ കുറ്റകൃത്യത്തിന്റെ ഗൂഢാലോചന നടത്തിയത് നടൻ ദിലീപാണ് എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലായിരുന്നു. അങ്ങനെയാണ് 2017 ജൂലൈയിൽ ദിലീപ് അറസ്റ്റിലാകുന്നത്. പിന്നീട് ജാമ്യം കിട്ടുന്നത് 85 ദിവസങ്ങൾക്ക് ശേഷമാണ്. പിന്നീട് ഈ കേസുമായി നമ്മൾ കണ്ടത് അതിന്റെ സകലമാനങ്ങളും മാറുകയായിരുന്നു. പിന്നീട് ഈ കേസിനെ പിന്നീട് ഒരു സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകളായിരുന്നു ഓരോ ഘട്ടത്തിലും ഈ നടിയെ ആക്രമിച്ച കേസിൽ കാണാൻ കഴിഞ്ഞത്. അത് സുപ്രീം കോടതി വരെ ചെന്നിട്ടുള്ള നിയമവ്യവഹാരങ്ങൾ പലതവണ ഉണ്ടായി. ഹൈക്കോടതിയിൽ പലതവണ ഈ അതിജീവിത നേരിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഹർജികൾ നൽകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മെമ്മറി കാർഡായിരുന്നു. മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു അത് കണ്ടു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതിലൊക്കെ തന്നെ പ്രത്യേകമായി അന്വേഷിക്കണം എന്നുള്ളതുമായിരുന്നു ആവശ്യം. ആദ്യഘട്ടത്തിൽ കുറച്ച് തണുത്തുപോയിരുന്ന വിചാരണ പിന്നീട് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോട് കൂടിയാണ് വീണ്ടും ശക്തമാകുന്നത്. ആ വെളിപ്പെടുത്തൽ ദിലീപ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു മെമ്മറി കാർഡിന്റെ, അതായത് ഈ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വീട്ടിലിരുന്ന് അതിന്റെ പകർപ്പ് ദിലീപിന്റെ കൈവശമുണ്ട് എന്നും അത് വീട്ടിലിരുന്ന് കണ്ടു എന്നുള്ളതുമായിരുന്നു പ്രധാനമായും ആ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നത്. പൾസർ സുനിയുമായി വളരെ അടുത്ത ബന്ധം, സിനിമാ മേഖലയ്ക്കപ്പുറം വളരെ അടുത്ത ബന്ധം ദിലീപിനുണ്ടായിരുന്നു. ഈ കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് തുടങ്ങിയിട്ടുള്ള വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെയുള്ളവ ബാലചന്ദ്രകുമാർ പുറത്തുവിടുന്നു. ഇതിൽ പ്രത്യേകമായി തന്നെ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഈ അതിജീവിത ഹൈക്കോടതിയിൽ എത്തുകയും ഇതിന്റെ അന്വേഷണം വീണ്ടും ഒരു FIR ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയുമായിരുന്നു. ഇപ്പോൾ ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് നേരിട്ട് ഈ അങ്കമാലിയിൽ നടന്നിട്ടുള്ള ആ ഒരു ക്രൂരകൃത്യത്തിൽ നേരിട്ട് പങ്ക് ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റുള്ളവർ ഗൂഢാലോചനയിലായിരുന്നു. 3 പോലീസുകാർ ഇതിൽ മാപ്പ് സാക്ഷികളാക്കിയും മാറ്റിയിട്ടുണ്ട്. ഏകദേശം 1600ഓളം രേഖകൾ പരിശോധിച്ചു. 261 ആളുകളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 2020 വിചാരണ ആരംഭിച്ചത്. ഏകദേശം 2018 മുതൽ തന്നെ 7.5 വർഷം നീണ്ടു നിൽക്കുന്ന വിചാരണ കാലയളവിൽ സംഭവ ബഹുലമായിരുന്നു. അത് ഒരു കുറ്റകൃത്യം, അതിന്റെ ശിക്ഷ, അതിന്റെ വിധി എന്നുള്ളതിന് അപ്പുറമായി വിജയകുമാർ ഒരു സിനിമാ മേഖലയിൽ തന്നെ മാറ്റുന്ന സമൂഹത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കുറെ കാര്യങ്ങൾ അതിൽ സംഭവിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും അമ്മയിൽ നിന്ന് ദിലീപിനെ പുറത്താക്കുന്നു. പിന്നീട് അമ്മയിലുണ്ടായ വിവാദങ്ങൾ, WCCയുടെ പിറവി തുടങ്ങിയിട്ടുള്ള പല മാറ്റങ്ങൾക്കും ഈ ഒരു കേസ് ഇടവരുത്തി എന്നുള്ളതാണ്. ഈ അതിജീവിത തന്നെ പിന്നീട് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി മുന്നോട്ട് വരികയും അവർ ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു വിചാരണ കാലയളവിൽ താൻ അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ, അതൊക്കെ അവർ വളരെ വേദനയോടുകൂടി തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ 2018 ഇതിന്റെ ഒരു വിചാരണ കാലയളവിന്റെ തുടക്കത്തിൽ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ്
ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചതാണ്. പക്ഷേ അന്ന് അത് തള്ളുകയായിരുന്നു. നമുക്ക് ഈ കേസിലെ പ്രതികൾ ആരൊക്കെയാണ് എന്നുള്ളതൊന്ന് കൃത്യമായി തന്നെ നോക്കേണ്ടതുണ്ട്. 1-ാം പ്രതി പൾസർ സുനി, 2 മാർട്ടിൻ ആന്റണി, 3 മണികണ്ഠൻ, 4 വിജീഷ്, 5 സലീം എന്ന വടിവാൾ സലീം, 6 പ്രദീപ്. ഇവരാണ് ഈ 6 പേരാണ് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. മറ്റുള്ള 7 ചാർലി തോമസ് ഈ പ്രതികളെ പിന്നീട് ഒളിവിൽ പോവാൻ സഹായിച്ചു. 8 ദിലീപ് എന്ന ഗോപാലകൃഷ്ണൻ ഗൂഢാലോചന നടത്തി. 9 സനിൽകുമാർ, പിന്നീട് 15 ശരത് ജി നായർ. അങ്ങനെ 10 പേരുടെ അന്തിമ വിധിയാണ് ഇനിയിപ്പോൾ ഈ 8-ാം തീയതി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് പ്രസ്താവിക്കാൻ പോകുന്നത്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.